ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വൃശ്ചികക്കോട് കൂടുതലുള്ള വിശാഖത്തിക്കാലും അനിഴവും കേട്ടയും ഈ മൂന്ന് നക്ഷത്രക്കാരുടെ 2020 മെയ് മാസത്തെ മാസഫലമാണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വസ്തു ത്രൈലോക്യദീപായ ഭക്ത അഭിമതദായിനി സമസ്ത വിദ്യാ കർമ്മണെ കവിയേ നമ. ശ്രീ സൂര്യാദി സർവഗ്രഹഭ്യോ നമ. അസ്മൽ പിതൃഭ്യോ നമ. അസ്മൽ ഗുരുഭ്യോ. വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ്. എഞ്ചിനീയർമാർ, ഡോക്ടർമാര് ഇവർക്കെല്ലാം ഈ ഒരു സമയം ഈ വിദ്യാഭ്യാസം കുട്ടികളുടെ നല്ല രീതിയിൽ നടക്കും. അവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠിച്ച് അത് അനുസരിച്ച് ടെസ്റ്റുകൾ പാസ്സായി വിദേശത്തേക്ക് പോകാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവും. ജോലിയിൽ സ്ഥാനമാനങ്ങൾ കൂടുതൽ കിട്ടും. സീനിയേഴ്സിന്റെ ഉപദേശത്താൽ ജോലിയിൽ വ്യതിയാനങ്ങളും പ്രമോഷനുകളും ഉണ്ടാകും. ദാമ്പത്യപരമായ ജീവിതം അത് പുരോഗമിക്കും. വിദേശ യോഗം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും. വിവാഹാദി വിഷയങ്ങളിൽ തീരുമാനമാകും. പ്രണയിനികൾക്ക് ഇത് നല്ല സമയമാണ്. അവിടെ ആഗ്രഹം നടക്കും. ധനയോഗം കാണുന്നു. ഓർക്കാപ്പുറത്ത് വെച്ചടി ഇവർക്ക് ഉയർച്ചയുണ്ടാകും. ഏറെക്കുറെ പൂർത്തിയായ ഗ്രഹത്തിൽ താമസം തുടങ്ങാൻ ഇടവരും. ഗുരുനാഥന്റെ ഉപദേശപ്രകാരം ഭൂരിപടത്തിന് യാത്ര പോകേണ്ടി വരും. ആത്മാർത്ഥ സുഹൃത്തുക്കളെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ ആചാര്യസ്ഥാനം വഹിക്കേണ്ടി വരും. വരവും ചെലവും തുല്യമായിരിക്കും. പുതിയ സംരംഭങ്ങളുടെ സാധ്യതകളെപ്പറ്റി വിലയിരുത്തും. കാര്യകാരണസഹിതം അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് തീർപ്പ് ഉണ്ടാകും. ഇവർക്ക് ഏതാണ്ട് 6 മാസക്കാലമായിട്ട് ദാരിദ്ര്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ജോലി തടസ്സം, പുരോഗതിയില്ല, ധനാഗമ മാർഗമില്ല, കുടുംബത്തിൽ സ്വസ്ഥത കുറവ്, ദാമ്പത്യ വിഷയത്തിൽ തകരാറുകൾ, ഒച്ചപ്പാടുകൾ ഇതൊക്കെയായിരുന്നു. ഇനി അവർക്ക് ഈ ഫലം മാറി നല്ല ഫലങ്ങളിലേക്ക് വരും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും. ജോലി ഇല്ലായിരിക്കാം. വിവാഹം നടക്കാൻ പ്രയാസപ്പെടും. വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. തൊഴിലിൽ അഭിവൃദ്ധിയില്ല, തൊഴിലില്ല, സാമ്പത്തികമായ പരാധീനതകള്, ഇങ്ങനെ എല്ലാ തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങള്, സന്താന വിഷയങ്ങള്, ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 99 47 54 21 79. ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിക്ക് വടക്കുവശത്ത് കുറിച്ചി എന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. നമസ്കാരം.